Alhamdulillah, salatu wassalamu ala rasulillah wa ala alihi wa sahbihi al-faizina bi-ridallah amma ba'd. Kullu man fil qawli haram fi qiyabahi jabin wa lahu fi qawram wa ishtiyaqun wa hanin. Syarqi berwadiyan. Kullu man fil qawli ലോകത്തുള്ള എല്ലാ ജനങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയുന്ന വിശ്വസിക്കുന്ന എല്ലാ ജനങ്ങളും പോലെ എത്തും പിടിയും കിട്ടാത്തവരായിരിക്കും. അവർക്കൊരു പിടുത്തം കിട്ടുന്നില്ല. നബിയെ തങ്ങളെ കാര്യത്തിൽ അവർക്ക് എത്തും പിടിയും കിട്ടുന്നില്ല. എവിടുന്ന് തുടങ്ങണം, എവിടെ അവസാനിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം എഴുതിയ എല്ലാ ആളുകളുടെയും അവസ്ഥ ഇതാണ്. അവരുടെ പേന അവസാനം ഇനി എനിക്ക് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവർ നിർത്തത്. അതാണ് ബാലകൾ മുദ്ദാഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പ്രശംസിച്ച് പറഞ്ഞ ആളുകൾ എത്രയാണ് അവർ പറഞ്ഞത്. പക്ഷേ ഈ ഔസാഫിഹി, ആ നബി തങ്ങളുടെ വിശേഷണങ്ങൾ എത്രയാണ് അവർ പറഞ്ഞത്. ഫമാ ബലഗ ബാലവും, എന്നിട്ട് പറഞ്ഞ് എത്തിയ ആരും എത്തിയില്ല. മേഷാറമാ ഊത്തി ബിമാ ഫിൽ ബാലി ബാൽ, മനസ്സിലുദിച്ചത് പറഞ്ഞത് മുഴുവനും പറഞ്ഞിട്ടുണ്ട്. അവർക്ക് റസൂലുള്ളാഹി തങ്ങളുടെ സ്വഭാവങ്ങളിൽ നിന്നും സൽഗുണങ്ങളിൽ നിന്നും 1000 പോലും അവർക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്ത് പറയാനാണ് നബിയെ സംബന്ധിച്ച്? ആകെ നമുക്ക് പറയാനുള്ളത് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അത്യുന്നതരാണ്, അവർ മനുഷ്യനാണ്, സൃഷ്ടികളിൽ അത്യുന്നതനുമാണ് എന്ന് പറഞ്ഞ് നിർത്തുകയാണ് ചെയ്തത്. അപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹ്, അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് പറയാനൊരുങ്ങിയാൽ എത്തും പിടിയും കിട്ടുകയില്ല. നബിയെ തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞവരൊക്കെ അവരെല്ലാവരും എത്തും പിടിയും കിട്ടാതെ ആയിമായി വ്യക്തിതരമില്ലാത്തവരായി മാറിയിരിക്കുന്നു. ജബീൻ, നെറ്റിത്തടം പ്രകാശിക്കുന്ന നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നെറ്റിത്തടം, ലോകത്ത് തുല്യതയില്ലാത്ത നെറ്റിത്തടം ജബീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെറ്റിത്തടത്തെ സംബന്ധിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞതാണ്, ലവാമാ സരീഖാ ലൗ റഅയ്നാ ജബീനഹു ലഅഖർന ബിൽ ഖദരിൽ ഖുലൂബ അലൽ ഐദി. ഒരു ദിവസം ഞാനിവിടെ പറഞ്ഞിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ആയിഷ ബീവി പറഞ്ഞു, ലവാമാ സരീഖാ ലൗ റഅയ്ന ജബീന, സലീഖയുടെ കൂട്ടുകാരായ സ്ത്രീകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെറ്റിത്തടം കാണുകയാണെങ്കിൽ അവർ കൈമുറിക്കുകയല്ല ചെയ്യുക, അവർക്ക് അറ്റാക്ക് സംഭവിക്കും. ആ രൂപത്തിൽ ഭംഗിയുണ്ടായിരുന്നു റസൂലുള്ളാഹി തങ്ങളുടെ നെറ്റിത്തടം. ജബീൻ, നെറ്റിത്തടം പ്രകാശിക്കുന്ന നബിയെ തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ എവിടെയും എത്തുകയില്ല. ഈ പറയുന്ന ആളുകൾക്കെല്ലാം നബിയെ തങ്ങളോട് അതിയായ പ്രേമമുണ്ട്. പ്രേമിച്ചവരാണ് ഇവരെല്ലാവരും. എത്രയാണ് തമ്പുരാനെ ചരിത്രത്തിന്റെ കിതാബ് എടുത്ത് നോക്കിയാൽ നബിയെ പ്രേമിച്ചവരെ സംബന്ധിച്ച് ഇമാമിങ്ങൾ എഴുതി വെച്ചത്, അവരുടെ ജീവിതം മുഴുവൻ നബിയെ പ്രശംസിക്കാൻ വേണ്ടി ഒഴിഞ്ഞു വെച്ചവരും. അവസാനം അവർ ലാസ്റ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാട്ടിൽ വന്ന് അവിടെ മരിക്കുകയാണ്. അങ്ങനെ കുറേ ആളുകളുണ്ട്, 1, 2, 10, 15, 100 കുറേ ആളുകൾ. അങ്ങനെ കുടുംബത്തൊക്കെ വിട്ട് ആ പ്രേമത്തിൽ മദീനയിൽ വന്ന് മദീനയിൽ നബി തങ്ങളോട് ജീവിച്ചു. അങ്ങനെ അവർ മരിച്ചു. അല്ലാഹു അലൈഹി ബർക്കത്തോടെ നമ്മൾ നന്നാക്കട്ടെ. അവർക്ക് നബിയോട് അതിയായ പ്രേമമുണ്ട്, നബിയായ അനുരാഗവുമുണ്ട്. വഹനീൻ, നബി തങ്ങളെ ഓർക്കുമ്പോൾ അവർക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് തേങ്ങലുമുണ്ട്. തങ്ങളെ ഓർത്താൽ പിന്നെ നിൽക്കാൻ കഴിയില്ല.
അങ്ങനെയുള്ള എത്രയോ ആളുകളാണ്, എത്രയോ ആളുകൾ കുല്ലുമൻ ഫിൽ കൗനി അവർ പറഞ്ഞത്. ഞങ്ങളിൽ ലോകത്തുള്ള എല്ലാ മുഹിബിൻ്റെയും അവസ്ഥ ഇത് തന്നെയാണ്. ഈ മഹാനിക്കൽ അനാം നബിയെ തങ്ങളുടെ ആശയത്തിൽ, തങ്ങളുടെ മായനയിൽ, തങ്ങളുടെ അവസ്ഥയിൽ, തങ്ങളിലുള്ള വിശേഷണങ്ങളിൽ അൽ അനാം കത്തബത്തത്ത് ഹായിരി അവർ പരിഭ്രമിച്ചിരിക്കുകയാണ്. എന്താ പറയേണ്ടത്, എന്താണ് എഴുതേണ്ടത്, എവിടെ വരെ എഴുതും ഈ രൂപത്തിൽ. ഇത് വാസ്തവത്തിൽ മുസ്ലിമീങ്ങളുടെ മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂൽ എന്നെ അനുകൂലിക്കുന്നവരല്ലാത്ത ആളുകൾ എല്ലാവരും അല്ലാഹുവിന്റെ റസൂലിനെയാണ് ആദ്യമായി അവര് റസൂലുള്ളാഹിനെയാണ് അവർ മദീഹ് ചെയ്യാനുള്ളത്. ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ആളുകളിൽപ്പെട്ട ക്രിസ്ത്യാനിയിൽപ്പെട്ട ഒരുത്തന്റെ ഒരു ലേഖനയുടെ പ്രസംഗങ്ങളിലൊക്കെ കേൾക്കാം. ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് അതിന് വ്യക്തമായി എനിക്ക് പറയാൻ കിട്ടും. അയാൾ 100 ലോകത്തെ സ്വാധീനിച്ച 100 ആളുകളെ പറ്റി എഴുതിയപ്പോൾ ആദ്യം എഴുതിയത് അയാളുടെ നേതാവായ ഈസാ നബിയെ അല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി തങ്ങളെ മദീഹ് പറയാത്ത ഒരു ശാസ്ത്രജ്ഞനുമില്ല. ശാസ്ത്രജ്ഞന്മാർ മുഴുവനും നബി തങ്ങളെ പ്രശംസിച്ചിരിക്കുകയാണ്. എല്ലാവരും, അത് മുസ്ലിം അമുസ്ലിം കണക്കൊന്നുമില്ല. എത്ര ആളുകളാണ് ഇസ്ലാമിലേക്ക് ശാസ്ത്രരംഗത്ത് നിന്ന് വന്നത് നബി തങ്ങളെ പഠിച്ചതുകൊണ്ട്. ഇങ്ങനെ എല്ലാ നിരക്കും പൂർണ്ണമായ ഒരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെല്ലാവരും കാണാൻ കഴിയില്ല. എല്ലാവരും അവരെഴുതിയ ഒരാൾ എഴുതിയതിനെ സംബന്ധിച്ച് ഒരു പ്രസംഗത്തിൽ ഞാൻ കേട്ടു. എനിക്ക് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് ഞാൻ നേരിട്ട് വായിക്കാൻ എനിക്ക് കഴിയും. എന്താ പറഞ്ഞത്, ഞാൻ മുഹമ്മദ് നബിയെ ആദ്യമായി എഴുതിയതിൽ ആരും ഒന്നും വിചാരിക്കരുത്, എനിക്കതിനല്ലാതെ കഴിയുന്നില്ല. അയാൾ പറയണം, എനിക്കതിനല്ലാതെ കഴിയുന്നില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ പറയാം, ആ നബിയുടെ ഓരോന്നും ഇവിടെ രേഖാമൂലം എഴുതപ്പെട്ടിരിക്കുന്നു. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും എഴുതിയിട്ടുണ്ട്, ശരീരത്തെ പറ്റി എഴുതിയിട്ടുണ്ട്. 23 അവിടുത്തെ ജീവിതവും തൊട്ട് Z വരെ എഴുതി വച്ചിട്ടുണ്ട്. മാത്രമല്ല അവിടുത്തെ നാടിനെ സംബന്ധിച്ച് മുഴുവനും പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ കുതിരയെ സംബന്ധിച്ച്, അവിടുത്തെ ഒട്ടകത്തെ സംബന്ധിച്ച്, അവിടുത്തെ ബന്ധപ്പെടുന്ന അവിടുത്തെ വാളുകളെ സംബന്ധിച്ച് എല്ലാം പറഞ്ഞു തീർന്ന ഒരു നേതാവ് ഒന്നും ഈ പറയാനില്ല. മദീനത്തിൽ എത്ര കിണറുണ്ട് എന്ന് നോക്കിയാൽ കിതാബ് എടുത്താൽ കാണാം ഇത്ര കിണറുണ്ട്. അതിൽ എത്ര കിണറ്റിൽ റസൂലുള്ളാഹി തങ്ങളുമായി ബന്ധമുണ്ട് അതും കാണും. എത്ര കുളമുണ്ട് അതും കാണും. അത് ഒരു കിതാബിലല്ല, 100 കണക്കിന് കിതാബുകൾ ഇങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ട്. മദീനയുടെ വിസ്തീർണം എഴുതപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ പള്ളി എത്ര വട്ടം പുതുക്കി പണിക്കുമെന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. പുതുക്കി പണിയുമ്പോഴും അതിന് മുമ്പ് ഉണ്ടായിരുന്ന പള്ളിയുടെ അവസ്ഥകൾ മുഴുവനും എഴുതിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ അവിടെ ബന്ധപ്പെടുന്ന സഹാബിമാരെ പറ്റി മുഴുവനും ചരിത്രമുണ്ട്. ഒരൊറ്റ ആളെ സംബന്ധിച്ച് പറയാതെ പോയിട്ടില്ല. ഇങ്ങനെ ഒരു നേതാവിനെ ലോകം കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് എന്റെ നേതാവിനെ പറയുന്നതുകൊണ്ട് ഞാൻ മുഹമ്മദിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്ന് ആ ശാസ്ത്രജ്ഞൻ പറയുന്നു. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഈ മഹാനിക്കൽ എങ്ങനെയാണ് തങ്ങൾ അങ്ങനെ ആകാതിരിക്കുക, ഇങ്ങനെ ഒരവസ്ഥയിലേക്ക് തങ്ങൾ എത്താതിരിക്കൽ എങ്ങനെ? 1,24,000 അൻബിയാ മുർസലീങ്ങൾക്ക് ഖിതാമാണല്ലോ, സമാപ്തിയല്ലേ നബിയെ തങ്ങൾ. അവർക്കെല്ലാം സമാപനമായി ഇനി അല്ലാഹു നബിയെ അയക്കുകയില്ല. അവസാനത്തെ നബിയായി അയക്കപ്പെട്ടവരല്ലേ തങ്ങൾ. പിന്നെ എങ്ങനെ അങ്ങനെ ആവാതിരിക്കുക? ആ 1,24,000 അൻബിയാ മുർസലീങ്ങളിലുള്ള അവരിലുള്ള മുഴുവൻ സൽഗുണങ്ങളിലും ഒരു വ്യക്തിയാകുന്ന തങ്ങളിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. അവരുടെ മുഴുവൻ ബുദ്ധിയും തങ്ങൾക്കുണ്ടായിരിക്കും. ഏറ്റവും ബുദ്ധിമാനി ആരാണെന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നിങ്ങൾ നോക്കൂ, ഇവിടൊപ്പം നമ്മൾ നിസ്കരിക്കാൻ നിന്നാൽ ഉസ്താദ് നല്ല ശബ്ദമാണ്, പക്ഷെ ഉസ്താദ് കുറച്ച് നീട്ടിയാലേ നമുക്ക് പ്രശ്നമാവും. ഉസ്താദ് പറഞ്ഞ് ഒരു വലിയ സൂറത്ത് ഓതിയാൽ നമുക്ക് പ്രശ്നമാവും. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഇമാമത്ത് നിൽക്കുമ്പോൾ അൽ ബഖറ ഓതിയ അനുഭവമുണ്ട്, 2.5 ജുസുണ്ട്, ആൽ ഇംറാൻ ഓതിയതുണ്ട്. ഇതൊക്കെ ആർക്കും ചിന്തിക്കാൻ കഴിയും? സദസ്സ് മറന്നു പോകുന്നു, ടൈം ചുരുങ്ങി പോകുന്നു, ദീർഘ ടൈം പിടിക്കാതെ. അതൊക്കെ റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ നിന്നാൽ തങ്ങളെ തുടരാൻ അതിയായ താല്പര്യമാണ് സഹാബികൾ. ആ തുടർച്ച തുടങ്ങിയാൽ അതിയായ ലദ്ദത്ത് അല്ലാഹുമായുള്ള മുനാജാത്ത് മഅ്മൂമിയാണ് ഇമാമിൻ്റെത്. അത് ഇന്നും ലഭിക്കും ഇമാമിങ്ങൾ അതേ രൂപത്തിൽ നീങ്ങിയാൽ. പക്ഷെ അത് വളരെ
ആ നബി തങ്ങളുടെ ബന്ധത്തിൽ നിന്നുള്ള 1000-ലൊന്നോ അല്ലെങ്കിൽ കോടിയിലൊന്നോ ഒക്കെ ഉണ്ടാവുള്ളൂ. എന്നാലും നബിയെ തുടർന്നവന്റെ മനസ്സ് അള്ളാഹുവിലേക്കും ആ ലയനത്തിൽ അവൻ നിൽക്കുന്നു. ആ ഖിറാഅത്ത് കേൾക്കുമ്പോൾ ഖിറാഅത്തിന്റെ തജല്ലി അവൻ അനുഭവിക്കുന്നു. അപ്പൊ പിന്നെ ഒന്നും സംഭവിക്കൂല. നേരം വൈകിയെന്നോ അല്ലെങ്കിൽ നീണ്ടുപോയിന്നോ കാലുവേദനയോ ഒന്നും ഉണ്ടായവൻ അനുഭവം സഹാബത്ത് പറയുന്നില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയുടെ തൊട്ടടുത്തുള്ള മറ്റൊരു പള്ളിയിൽ ഒരു സ്വഹാബിയെ ഇമാമത്ത് നിശ്ചയിച്ചിരുന്നു. സഹീഹ് ബുഖാരിയുടെ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമത്ത് നിശ്ചയിച്ച ആ സ്വഹാബിയെ സംബന്ധിച്ച് ആരോപണം വന്ന് നബി തങ്ങളറിയും, നബിയെ ഞാനിപ്പോ പള്ളികൾക്ക് പോകാനില്ല, ഇമാം തൊബീൽ അലൈന ഫുലാൻ, ഞങ്ങളെ പള്ളിക്കത്തെ ഇമാം ഉണ്ടല്ലോ നബിയെ തങ്ങളയച്ച ഇമാം, അയാൾ നീട്ടുകയാണ്, അതുകൊണ്ട് ഞാനിപ്പോ പള്ളികൾക്ക് പോകലില്ല, ജമാഅത്ത് കിട്ടൽ വളരെ കുറവാണ്, അതുകൊണ്ട് സങ്കടം പറയണം. അങ്ങനെ അന്ന് റസൂലുള്ളാഹി തങ്ങൾ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ പരിഷ്കരിക്കാൻ നിന്നാൽ നിങ്ങളിൽ ജനങ്ങളെ വെറുപ്പിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയല്ല, നിങ്ങൾ ആരെങ്കിലും നിസ്കരിക്കാൻ നിന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ആവശ്യമുള്ളവരും ജോലിക്കാരും കച്ചവടക്കാരും അതുപോലെ തന്നെ പിന്നെ രോഗികളും എല്ലാം ഉണ്ടായിരിക്കും നിസ്കാരത്തിൽ. അതുകൊണ്ട് നിസ്കാരം നിങ്ങൾ ചെറുതാക്കണം. അതുകൊണ്ട് തന്നെ എല്ലാ കിതാബിലും കാണാം വല്ലുഹാ വല്ലൈലി സൂറത്ത് മാത്രമേ ഏറിപ്പോയാൽ ഓതാൻ പറ്റുള്ളൂ. അതിന്റെ താഴെ സൂറത്തുകളിലേക്ക് വല്ലുഹ മുതൽക്ക് താഴെ നാസ് വരെയുള്ള സൂറത്തുകളെ ഒരു ഇമാം ഓതാൻ പാടുള്ളൂ. അല്ലാത്ത സൂറത്ത് ഓതിയാൽ അത് ആ ജമാഅത്തിന്റെ കൂലി നഷ്ടപ്പെടുത്തുന്ന കറാഹത്താണെന്ന് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ ശർഹ് ഫളിലും അത് മറ്റു കിതാബുകളിലൊക്കെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. വല്ലുഹ മുതൽക്ക് ഓതാൻ പാടുള്ളൂ, നാസ് വരെ. ഇമാമത്ത് നിൽക്കുമ്പോൾ അതേ പാടുള്ളൂ. പിന്നെ വെള്ളിയാഴ്ചയിൽ സബീസ്മയും അതുപോലെ തന്നെ സൂറത്തുൽ മുനാഫിഖൂനെയും ജുമുഅക്ക് ഓതുന്നത് പ്രത്യേകമായി കൽപ്പന ഉണ്ടായതുകൊണ്ടാണ്. അങ്ങനെ കൽപ്പനയുള്ള സ്ഥലമല്ലാത്ത സ്ഥലത്തൊക്കെ വല്ലുഹ സൂറത്തും അതിന്റെ താഴെയുള്ളത് മാത്രമേ ഓതാൻ പാടുള്ളൂ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ വലിയ സൂറത്തുകൾ ഓതിയിട്ട് ആർക്കും ഒരു ടൈം കൂടിപ്പോയി എന്ന് തോന്നുന്നില്ല, ടൈം കൂടുന്നുമില്ല. എന്താണ് അവിടെ നടക്കുന്നത്? അല്ലാഹു അഅലം. അതാ പറഞ്ഞത് അവർ പരിഭ്രമിക്കുകയാണ്. എന്താ ഇവിടെ സംഭവിക്കുന്നത് അവർക്കറിയുന്നില്ല. എല്ലാ മുസ്ലിങ്ങളിലുമുള്ള എല്ലാ സൽഗുണവും ഒരുമിച്ച് കൂടിയവരാണ് നബി തങ്ങൾ. അവരുടെ അവസാനം വന്നവരാണ്. ഇനി നബിമാര് വരികയില്ല. മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനികളുടെ നേതാവ് മിർസാ ഗുലാം ഓൻ നബിയാണെന്ന് വാദിച്ചു വന്നാണ്. അതുപോലെ കുറെ ആളുകൾ നബിയാണെന്ന് വാദിച്ചിട്ടുണ്ട്. അതൊരു സ്ത്രീയാണ്, ഞാൻ നബിയാണെന്ന് അവൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മുസൈലിമത്തുൽ കദ്ദാബ് നബിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അസ്വദുൽ അനസി നബിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നബിയാണെന്ന് മുത്തനബി പിന്നെ അയാൾ പിന്നെ നബിയാണെന്ന് പറയുകയും രാജിയൊക്കെ ചെയ്തു. അത് പിന്നെ പ്രശ്നമില്ല. അതുകൊണ്ട് പിന്നെ പ്രശ്നം ഉണ്ടായിട്ടില്ല. ആദ്യം നബിയാന്ന് പറഞ്ഞ് ആളുകൾ കൊടുക്കുന്നിട്ട് അയാൾ നല്ല കിട്ടിയപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ രാജ്യത്ത് ഒഴിവായി എന്ന് പറഞ്ഞ അയാൾ നന്നായിട്ടുണ്ട്. അയാളെ പറ്റി പിന്നെ പറയണം. ബാക്കിയുള്ള ഈ ആളുകളൊക്കെ നബിയാണെന്ന് വാദിച്ചവരാണ്. അപ്പൊ അടുത്ത കാലത്ത് നബിയാണെന്ന് വാദിച്ച ആള് മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി. സഹോദരങ്ങളെ, ഒരാൾ വിദ്യാർത്ഥിയിലേക്ക് പോയാൽ അഥവാ വഹാബി ജമാഅത്ത് പോലുള്ള തബ്ലീഗ് പോലുള്ളതിലേക്ക് പോയാൽ ആ പോക്ക് വളരെ നഷ്ടമാണ്. ഈമാൻ വരെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു വിഷയമാണ്. എന്നാൽ ഖാദിയാനി അങ്ങനെയല്ല. അതിലേക്കൊന്ന് കാലെടുത്ത് വെച്ചാൽ അപ്പം തന്നെ കാഫറായി പോകും. അതിൽ തർക്കമില്ല. പണ്ഡിതന്മാരുടെ തർക്കമില്ല. അള്ളാഹുവിന്റെ റസൂൽ അവസാനത്തെ നബിയാണെന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്. അത് മുസ്ലിം ഉമ്മത്തിന്റെ ഏകോപനാഭിപ്രായമാണ്. ഇനി ഒരു നബി വരുമെന്ന് വിശ്വസിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ പറയുകയോ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞവനെ അംഗീകരിക്കുകയോ ചെയ്താൽ ഉടനെ തന്നെ ഇസ്ലാമെന്ന് പുറത്ത കാഫറായി പോകും. അതൊരു ചെറിയ കാര്യമല്ല. നമ്മുടെ നാട്ടിലെ അവരുടെ പ്രചരണങ്ങൾ ഉള്ളിലൂടെ നടക്കുന്നുണ്ടെന്ന കാര്യം നമ്മൾ മറക്കരുത്. കോഴിക്കോട് അവർക്കായിട്ടൊരു പള്ളിയൊക്കെ ഉണ്ട്. അവരുടെ അധോഗതികളൊന്നും നമുക്കിപ്പോൾ പറയാൻ ടൈമില്ല. ഒരു നിരക്കും അയാളെ നബിയാണെന്ന് അംഗീകരിക്കാൻ പറ്റൂല. അംഗീകരിക്കാൻ പറ്റൂല എന്നല്ല, നബി ആവില്ല എന്ന് ഉറപ്പാണ്. എന്ന് പറഞ്ഞാൽ ഒരു സാധാ ഒരു പണ്ഡിതനാകാനുള്ള ഒരു യോഗ്യത പോലും അയാൾക്കില്ല. അയാൾ പറയുന്നത് ഞാൻ തലയിൽ എണ്ണ തേച്ചാൽ എനിക്ക് വഹി വരുമെന്നാണ് അയാൾ പറഞ്ഞത്. തണുപ്പ് കിട്ടുമ്പോൾ അപ്പൊ അയാൾ ചൂടനാണ്. ഈ ചൂടനക്ക് ലോകം തോന്നിയ അതാണ് നബി. എന്താണ് പറഞ്ഞതിനൊന്നും കണക്കും കഴിയില്ല. കള്ളത്തരങ്ങൾ പറഞ്ഞു കൂട്ടിയതിന് കണക്കും കഴിയില്ല.
നബിമാര് വരുന്നുകൊണ്ടിരിക്കുന്ന കാലം. ഇനി നബിമാര് വരും. പക്ഷേ അങ്ങനെ വരുന്ന നബിമാരെ സംബന്ധിച്ച് അന്വേഷിക്കാനോ അവർ നല്ലവരാണോ, അവരിൽ നുബുവത്തിന്റെ ശാഖ ഉണ്ടോ എന്നൊരാൾക്ക് സംശയം വന്നാൽ അപ്പം തന്നെ അയാൾ ഇസ്ലാമെന്ന് പുറത്തായി, മുർത്തദ്ദായി, കാഫറായി പോയി. ഇനി ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് മടങ്ങണം, എന്നാലേ പറ്റൂ. കേൾക്കുന്നതിന്റെ കൂടെ എല്ലാം പോകുന്നത് വളരെ സൂക്ഷിക്കണം സഹോദരങ്ങളെ. നമ്മൾ ഈമാൻ നഷ്ടപ്പെടുന്ന ഒന്നിനും നമ്മൾ പോകരുത്. ഇന്ന് ഇഷ്ടംപോലെ അഭിപ്രായങ്ങൾ, സർവമത സത്യവാദം, അതുപോലുള്ള ഒരു കാര്യം പലരിലും ഈ എവിടെ തങ്ങളുടെ കളന്തോട് ഒരു തങ്ങള് എല്ലാം അങ്ങനെ സത്യമാണ്. സുബ്ഹാനല്ലാഹ്, എത്ര ആളുകളാണ് അതിൽ പെട്ടുപോയത്. ഉടനെ തന്നെ ഇസ്ലാമെന്ന് പുറത്തു പോകും. എല്ലാം അതും സത്യമാണെന്ന് ഒരാൾ പറയുകയോ വിശ്വസിക്കുകയോ ചെയ്താൽ ഉടനെ ഇസ്ലാമെന്ന് പുറത്തു പോകും. പിന്നെ അപ്പൊ ഇസ്ലാമിന്റെ പുറത്തുള്ള കാഫിരീങ്ങളാണ് അവരെല്ലാം. തങ്ങൾ പറഞ്ഞാൽ തങ്ങൾ കാഫറാവും, തങ്ങളായിട്ട് കാഫറാകാതിരിക്കൂല. തങ്ങൾ കഴിച്ചിട്ടാണ് ഓരോ മുറിയോ തങ്ങളായിട്ട് ഓരോ മുറിയായിരിക്കൂല. ഇസ്ലാമിന്റെ നിയമങ്ങൾ തങ്ങന്മാർക്കും ബാധകമാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. നമ്മുടെ നാടില് പലതും വരും, പല ചർച്ചകളും പല സംഗതിയും വരും. അതിന്റെ കൂടെ പോകാൻ പാടില്ല. ഓരോ ഞാൻ ഷെയ്ഖാണ്, ഞാൻ മുരീദാണ്, ഞാൻ അതാണ് ഇതാണ്, ഞാൻ ആനയാണ് തോട്ടിയാണെന്നൊക്കെ പറഞ്ഞ് പലരും വരും. അതിൽ നല്ലവരുണ്ടായിരിക്കും, ഞാൻ അതിനെ എതിർക്കുകയില്ല. പക്ഷേ അതിൽ പിഴച്ചവരുണ്ടാകാൻ സാധ്യതയുണ്ടായതുകൊണ്ട് വ്യക്തമായി രേഖ ലഭിക്കാൻ നമുക്ക് ഒരിക്കലും നമ്മൾ അതിലേക്കൊന്നും പോയി പോകരുത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഈമാൻ നശിച്ചു പോകും. മഹാനായി ഉമറുൽ ഖാഹിരി നമ്മൾ പറഞ്ഞില്ലേ, ഖലീലൻ ഖാമിലൻ خلي كلة الخذلان خوف الخاتمة خالي خليلا خامل الوصف من الخلقال خال خلي ഒഴിവാക്കിക്കാണ്. ഹില്ലി കൂട്ടുകാര, കൊല്ലത്തിൽ ഖിദ്ലാൻ, നിനക്ക് തൗഫീഖ് ഇല്ലാതെയായി പോകുന്ന ഒരു ഷെയ്ഖുമായി ബന്ധപ്പെടലിനെ നീ ഒഴിവാക്കിക്കോ. എന്താണ് പഴച്ച ഷെയ്ഖിനെ തുടർന്നാലുള്ള നഷ്ടത? ഖൗഫൽ ഖാത്തിമ, അന്ത്യം ചീത്തയായി മരിക്കേണ്ടി വരും. ഖാത്തിമ കേടുവരും, ഈമാൻ തെറ്റി മരിക്കും. ഇതാണ് പഴച്ച ഷെയ്ഖിനെ തുടർന്നാൽ ഈമാൻ തെറ്റി മരിക്കും. അപ്പൊ നമ്മളേക്ക് പോകേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മൾ ഇസ്ലാമിനെ പറ്റി നമ്മൾ പഠിക്കാൻ നമുക്ക് ഇഷ്ടംപോലെ വേദികൾ, അതിലേക്കൊന്നും നമ്മൾ പോകാൻ നിൽക്കരുത്. അത് വലിയ നഷ്ടത്തെ ഉണ്ടാക്കി പോട്ടെ. ഏതായിരുന്നാലും അതിലെവിടെ എത്തി? തങ്ങൾ എങ്ങനെ ആകാതിരിക്കുക? തങ്ങൾ മുസ്ലിങ്ങളുടെ സമാപനമല്ലേ നബിയെ? അന്തലിൽ മൗലാ ശകൂർ, യജമാനരായ അല്ലാഹുവിനിക്ക് ശുക്ർ ചെയ്യുന്ന വിഷയത്തിൽ ഒന്നാമത്തെ ഡിഗ്രിയിൽ ഒന്നാമത്തെ സ്റ്റേജിൽ നിൽക്കുന്നവരല്ലേ തങ്ങൾ. മൗലാ ശകൂർ, മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അത്ര ശുക്റും ഇബാദത്തും ഉള്ള ഒരു വ്യക്തി ലോകത്ത് വന്നിട്ടില്ല. സയ്യിദത്തുനാ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാം, ചില ദിവസങ്ങളാണ് നിസ്കരിക്കാൻ നിന്നാൽ എത്ര നേരാണ് നിസ്കരിക്കുന്നത്. സുജൂദില് പോയപ്പോൾ എനിക്ക് തോന്നിപ്പോയി തങ്ങൾക്ക് തങ്ങളുടെ ആത്മാവ് പോയോ, മരിച്ചുപോയോ, വഫാത്തായി പോയെന്ന് തോന്നി. ഞാൻ പോയി തോണ്ടി നോക്കി എന്ന് പറയും. ബോധിന് വഹാബിയോടെ മുടി കൂടുന്നില്ല. തോണ്ടിയില്ലേ, നിസ്കാരത്തിൽ തോണ്ടിയില്ലേ, നിസ്കാരം ബാത്തിലായിട്ടല്ലേ, അതിന് തുണി വെച്ചിട്ടുണ്ടല്ലോ നിസ്കരിക്കണമെന്ന് പറഞ്ഞാൽ മതി, വേറെ മറുപടി ഒന്നും പറയേണ്ട ആവശ്യമില്ല. തോണ്ടി എന്ന് പറയുമ്പോഴതിനൊക്കെ ഞാൻ പറഞ്ഞില്ല. അങ്ങനെ എന്താ ചെയ്യാ? തോണ്ടി എന്ന് പറഞ്ഞാൽ അപ്പോ വഹാബി പറയും, അപ്പൊ റസൂലുള്ളാഹിന്റെ നിസ്കാരത്തിൽ ആയിഷ ബീവി തോണ്ടിയില്ലേ, അപ്പൊ ഭാര്യമാര് ഭർത്താക്കന്മാരെ തൊട്ട മുറിയില്ലാന്ന് കിട്ടിയില്ലേ? അതിന് നഗ്നനായി നിസ്കരിക്കല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ തുണി എടുത്തിട്ടും കുപ്പായിട്ടൊക്കെ നിസ്കരിക്കല്ലേ? അതൊന്നുമില്ലാതെ അതിസ്കരിനായി റൂമ് കയറിയ പിന്നെ നഗ്നനായ നിസ്കാരമല്ലേ നബി തങ്ങൾ നിസ്കരിക്കല്. പിന്നെ അവിടെ തോണ്ടിയപ്പോൾ നബിനെ തട്ടിയിരിക്കണം എന്നോട് ആര് പറഞ്ഞു? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭയങ്കര ഇബാദത്താണ്. ചിലപ്പോ കാലിനൊക്കെ നീര് വന്ന് തളർമത്ത് അതമാ ഹദീസിൽ കാണാം, രണ്ട് കാലിന് നീര് വരാറുണ്ട്. ചിലപ്പോ നിന്ന് കുറേ നേരം മണിക്കൂറണക്കിനൊക്കെ ഒരു ഖിയാമാണ്. 2 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ടാവുള്ളൂ, പക്ഷെ നൃത്തം 1 മണിക്കൂർ അരമണിക്കൂറൊക്കെ ഉണ്ടാവും. അങ്ങനെ നിസ്കരിച്ചിട്ട് ഇപ്പൊ ആയിഷ ബീവി ചോദിച്ച ഒരു വാക്കാണ്,
നബിയെ തങ്ങൾ എന്തിനാ ഇങ്ങനെ കൂടി കഷ്ടപ്പെടേണ്ട ആവശ്യം, ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടോ നബിയെ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അശബീബി തങ്ങളെ ഉയർന്ന ആളല്ലേ, തങ്ങൾക്കൊരു ദോഷമില്ല, ഒന്നുമില്ല, പിന്നെ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ വാക്കാണ് ഫലാ അക്കൂന അബ്ദൻ ശകൂറ, ഞാൻ ഒരു നന്ദിയുള്ള ശകൂറായ പൂർണ്ണമായും ശുക്ർ ചെയ്യുന്ന ഒരാളാകേണ്ട ആയിഷ, നീ എന്താ പറയുന്നത്? അപ്പൊ കണ്ട ശകൂർ അന്തലിൽ മൗലാ ശകൂർ, യജമാനനായ അള്ളാഹുവിന് പൂർണ്ണമായി ശുക്ർ ചെയ്തവരാണ് നബി തങ്ങൾ. അപ്പൊ നമ്മളോട് ആര് ഏറ്റവും ശുക്ർ ചെയ്ത ആളാരാണെന്ന് ചോദിച്ചാൽ ഉടനെ മറുപടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ബുദ്ധിമാനി ആരാണെന്ന് ചോദിച്ചാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകത്ത് രണ്ടഭിപ്രായമില്ലാത്ത കാര്യമാണ്. എല്ലാ ചരിത്രകാരന്മാരും ശാസ്ത്രജ്ഞന്മാരും എല്ലാവരും നബിയെ സംബന്ധിച്ച് വളരെ അകലെ പറഞ്ഞ് പ്രശംസിച്ചിട്ടുണ്ട്. ആരും അവിടുത്തെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്ത ആൾക്കാരും 3 ആൾക്കാരാണ്. നമുക്കറിയില്ല. ഒന്ന് ഇടമുറുക്, ഇതൊക്കെ പോയി ഇടമുറുകം ഒരു മൃഗം, മനുഷ്യരല്ല മൃഗമല്ലാത്തൊരു സാധനം നടത്തും. ഓനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ സംബന്ധിച്ച് കുറ്റം പറഞ്ഞ് ഒരു പുസ്തകം തന്നെ എഴുതാറുണ്ട്. ഒരു വാരിക തന്നെ അവർക്കുണ്ടായിരുന്നു, ഇടമുറുക്. അതേപോലെ തന്നെ പിന്നെ തസ്ലീമ, ഒരു പെണ്ണ ഓള്, പിന്നെ റുഷിദ്, സൽമാൻ റുഷിദ്, അല്ലേ അങ്ങനല്ലേ? ഈ 3 ആൾക്കാരാണ് ഇപ്പൊ ആകെ പറഞ്ഞത് കുറ്റം പറഞ്ഞത്. അവരെ 3 പേരെയും ലോകം കൈകാര്യം ചെയ്തു. എന്താ ഒരാൾ കരിക്കട്ടെ, ഇതിനപ്പുറമാവും, അങ്ങനെ തന്നെയാകാം. പിന്നെ ഓരോരുത്തരും പല നിലക്കും വിഷമിച്ചു. അവർക്കാർക്കും തസ്ലീമ എന്ന് പറഞ്ഞ സ്ത്രീക്കൊക്കെ നബിയെ എങ്ങനെ അറിയും? 1400 കൊല്ലം മുമ്പ് കഴിഞ്ഞു പോയൊരു വ്യക്തിയെ സംബന്ധിച്ച് പറയണമെങ്കിൽ വ്യക്തമായ രേഖയിലൂടെ പറയാൻ പറ്റുള്ളൂ. നല്ലത് പറയാനും രേഖ വേണം, ചീത്ത പറയാനും രേഖ വേണം. 1400 കൊല്ലം മുമ്പ് തസ്ലീമയുടെ 1400 കൊല്ലം മുമ്പ് കഴിഞ്ഞു പോയ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് തസ്ലീമക്ക് പറയാൻ കിട്ടുമോ? ഓളെന്താ നേരിട്ട് 1400 കൊല്ലം മുമ്പ് കാണുന്ന ആളാ? അല്ലല്ലോ. ഓൾക്കത് കിട്ടിയത് എവിടെ നിന്ന് നോക്കണം, എവിടെ നിന്ന് കിട്ടൂല. നബിയെ സംബന്ധിച്ച് കുറ്റമായ ഒരു പോയിന്റ് എവിടെ പരിധിയാലും കിട്ടുകയില്ല. പിന്നെ ആരുടെയൊക്കെ കാശ് മോഹിച്ചു ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനും വേണ്ടി ചില ആളുകൾ ജീവിക്കാറുണ്ട്. അതിൽപ്പെട്ടവളാണ് അവളൊക്കെ. സലീമയും അതുപോലെ തന്നെ സൽമാൻ റുഷ്ദിയും അതുപോലെ തന്നെ ഇടമുറുകമൊക്കെ ഒന്നിനും പറ്റാത്തവർ. ഒരു കുടുത്തം ഒന്നിനെ സംബന്ധിച്ചില്ല. എത്രത്തോളം ഇടമുറുകൻ പറഞ്ഞ് ഇടമുറുകൻ നല്ല ആൾ പേരിട്ട ഇടമുറുക് എന്നാണ്. ഞാനത് പൂർത്തിയാക്കി പറഞ്ഞേന്നുള്ളൂ. ഈ ഇടമുറുക് എന്ന് പറഞ്ഞ മനുഷ്യൻ, അയാള് പറയാണ് നബിതങ്ങൾക്ക് കുറെ ഭാര്യമാരുണ്ട്, സ്ത്രീലമ്പടനാണ് നബിതങ്ങള്. സുബ്ഹാനല്ലാഹ്. നമ്മൾ എന്താണ് അവിടെ പറയാ? 25 വയസ്സായിട്ട് കല്യാണം ചെയ്യുന്നു. അതിന്റെ മുമ്പ് എത്രയോ കല്യാണങ്ങൾ വന്നിട്ടുണ്ട്. ഒരൊറ്റ കല്യാണത്തിന് നബിതങ്ങൾ വഴിപ്പെട്ടിട്ടില്ല. അത് മാത്രമല്ല, അന്ന് കല്യാണം കഴിക്കുന്നത് ആരെയാണ്? 40 വയസ്സായ സ്ത്രീ. അതോ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ 40 വയസ്സായി. 2 ഭർത്താക്കന്മാര് ആദ്യം കല്യാണം ചെയ്ത് അതിൽ മക്കൾ ജനിച്ചൊരു പെണ്ണാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. അവരെയാണ് ആദ്യമായി കല്യാണം ചെയ്യുന്നത്. പിന്നെ 13 വർഷം കഴിഞ്ഞാണ് മറ്റുള്ള കല്യാണങ്ങളൊക്കെ നടത്തുന്നത്. ഇത് മനസ്സിലാക്കിയാൽ തന്നെ സ്ത്രീലമ്പടനാണോ അല്ലേ എന്ന് മനസ്സിലാവും. നല്ല നല്ല യുവതികളായ കന്യക സ്ത്രീകൾ റസൂലുള്ളാഹി തങ്ങൾക്ക് അന്നുള്ള ആളുകൾ കുറെ ആളുകൾ അന്വേഷിച്ചാണ്. പക്ഷെ റസൂലുള്ളാഹി അതിനൊന്നും വഴിപ്പെട്ടില്ല. അള്ളാഹുവിന്റെ കൽപ്പനയും അള്ളാഹുവിന്റെ ഇശാറത്തും കൊണ്ട് എല്ലാം ചെയ്തവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോ അങ്ങനെ പറയാൻ കുറെ ഭാര്യമാരുണ്ട്. അതിൽ ഭാര്യമാർ എന്നെ കൂട്ടത്തിൽ എന്നെ കോല കേൾക്കണങ്ങൾ വടമൃഗത്തിന്റെ പുസ്തകത്തിൽ ഇന്നും നോക്കിയാൽ കാണാം. എന്താ? മാരിയ എന്നൊരു പെണ്ണ്, ദുൽഖ് ബിത്തിയ എന്നൊരു പെണ്ണ്. മാരിയത്തുൽ ബിത്തിയ എന്നാണ്, രണ്ടും ഒരു പെണ്ണാണത്. അവിടെ അതിന് പറയണ മാരിയ എന്നൊരു പെണ്ണും ദുൽഖ് ബിത്തിയ എന്നൊരു പെണ്ണും. അതിന് ഹദീ എന്നൊരു പെണ്ണും ഈജ എന്നൊരു പെണ്ണും ആയി എന്നൊരു പെണ്ണും ഷായ എന്നൊരു പെണ്ണും. ഇങ്ങനായിട്ട് എന്നാണെങ്കിൽ കണക്കില്ല എന്നാലോ. തല എന്നുള്ള സാധനം ആ സാധനത്തിനില്ല. അങ്ങനെ പിന്നെ അയാള് പറഞ്ഞ് ഈച്ചയുടെ ഒരു ചിറകിൽ വിഷമുണ്ട്, ഈച്ചയുടെ ഒരു ചിറകിൽ അതിന് മരുന്നുമുണ്ട് എന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അയാളെങ്ങനെ നിഷേധിക്കുക? അയാൾ ശാസ്ത്രജ്ഞനാണ്.
അയാൾ പറയട്ടെ, അയാൾക്ക് പറയാൻ കഴിയും, ഞാൻ ഈച്ചയെ പൂർണ്ണമായി പരിശോധിച്ചു, ഈച്ചയിൽ അങ്ങനെ ഒരു വിഷമില്ല, അല്ലെങ്കിൽ ഈച്ചയുടെ വശം അങ്ങനെ ഒരു വിഷമില്ല, അല്ലെങ്കിൽ ഈച്ചയ്ക്ക് അങ്ങനെ ഒരു മരുന്ന് ഈച്ചയുടെ ചിറകിലില്ല. പറയാൻ കഴിയില്ല, അയാൾക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അയാൾക്ക് തോന്നിയ രൂപത്തിൽ അങ്ങ് പറഞ്ഞു. അയാൾ അപകടത്തിൽപ്പെട്ടു. പറഞ്ഞവര് മുഴുവനും അപകടത്തിൽപ്പെട്ടു. കുറ്റം പറഞ്ഞവരൊക്കെ, സ്നേഹിച്ചവരും മദ്ഹ് പറഞ്ഞവരും ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെട്ടു. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ ആക്കി തരുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.